ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷമാണ് എല്ലാവർക്കും. ദൈവത്തിൻ്റെ സ്തുതി. നമുക്ക് ഒരു ഞായറാഴ്ച ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ ഈ പീഡാനുഭവത്തിൻ്റെ സ്മരണകൾ നൽകുന്ന ഈ ഇടത്ത് കർത്താവിനെ ചങ്കോളം സ്നേഹിച്ച ഒരു വിശുദ്ധയുടെ മധ്യസ്ഥം ചേർത്ത് വെച്ചുകൊണ്ട് നല്ല കർമ്മലീത്ത സഭയിലെ അഭിഷേകമുള്ള ഞങ്ങളുടെ 3 അച്ഛന്മാർ ശുശ്രൂഷ ചെയ്യുന്ന ഈ ഇടത്തിൽ ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇട നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഉറക്കെ പറയാമോ? ഒരു ഹല്ലേലൂയ. പോരാ, ഞാൻ കേട്ടില്ല. ഉറക്കെ പറയാമോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു. 2 കുഷ്ഠരോഗികളുടെ കഥകൾ ഇന്നത്തെ വചനഭാഗത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. 2 നന്ദി പറയാൻ വരുന്നവരുടെ സംഭവമാണ്. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ പാപ്പായുടെ പേരെന്താണ്? ജോസപ്പൻ ചേട്ടൻ. ലിയോ 14 പാപ്പ. ജോസപ്പച്ചനുള്ളത് കൊണ്ടാണെന്ന് പെട്ടെന്ന് ജോസപ്പച്ചൻ്റെ പേര് ചാടിക്കയറി പറഞ്ഞു. ലിയോ 14 പാപ്പ. ഈ പാപ്പ ഒരു അഗസ്തീനിയൻ സന്യാസ വൈദികനാണ്. അദ്ദേഹം പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് ആദ്യമായി ഒരു അപ്പസ്തോലിക പ്രബോധനം ഈ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ച്. എന്താണ് അതിൻ്റെ പേര് അറിയാവോ? കഴിഞ്ഞ ദിവസം 10-ാം തീയതിയാണത്, 9-ാം തീയതിയാണ് ഒപ്പുവെച്ചത്. ഈ അപ്പസ്തോലിക ലേഖന പേര് ദിലേക്സി തേ. എന്ന് പറഞ്ഞേ? ദിലേക്സി തേ എന്ന് പറഞ്ഞ ഐ ഹാവ് ലവ്ഡ് യു എന്ന് പറയുന്ന വെളിപാടിൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ ഒരു വചനം എടുത്തു വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഈ അപ്പോസ്തോലിക പ്രബോധനം ഇറക്കിയത്. അതിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയം പാപങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ദരിദ്രരോടൊപ്പം ആയിരിക്കുക, അല്ലെങ്കിൽ ദരിദ്രരിലെ ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. എളിമയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദരിദ്രരെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. അതിൽ പാപ്പ പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു മഞ്ഞിഫിക്കാത്ത്, നമുക്കറിയാം, മറിയത്തിൻ്റെ സ്തോത്രഗീതമുണ്ട്. ആ സ്തോത്രഗീതത്തിലെ ഒരു വചനമാണ് ഒരു അടിസ്ഥാന വചനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ട് എളിയവരെ ഉയർത്തി. ഇതാണ് ആ ഒരു ഈ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ ഒരു കാമ്പെന്ന് പറയാം. അതിനകത്ത് കൊണ്ടുവരുന്ന മറ്റൊരു പ്രതീകം എന്ന് വെച്ചാൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. അദ്ദേഹം പാവങ്ങളോട് കൂടുതൽ കരുണ കാണിച്ചൊരു വിശുദ്ധനാണ്. കുഷ്ഠരോഗികളോട് ഒരു കുഷ്ഠരോഗിയെ അദ്ദേഹം ഏറ്റവും അധികം വെറുത്തിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരു ദിവസം ക്രിസ്തു ഒരു കുഷ്ഠരോഗിയായിട്ട് വരികയാണ്. അപ്പോൾ ഈ കുഷ്ഠരോഗിയെ ഒന്ന് ആശ്ലേഷിക്കണം. അദ്ദേഹം ഇതിനെ കീഴടക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ബുദ്ധിമുട്ടിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയി ഒരു കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ അതിനെ കീറി അങ്ങ് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. അതിന് നോക്കിയപ്പോൾ അത് ക്രിസ്തുവായിരുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു ലേഖനത്തിൽ, അപ്പോസ്തലിക പ്രബോധനത്തിൽ പാപ്പ ഊന്നൽ കൊടുക്കുന്ന ഒരു പ്രധാന വിഷയം സഭ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണമെന്ന്. സഭ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണമെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞത് ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. എന്നിട്ട് ആ ദരിദ്രരിലെ ക്രിസ്തുവിനെ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളത്. അതായത് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരുടെ മുഖത്ത് ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കുവാൻ സഭയിലെ ഓരോ മക്കൾക്കും കഴിയണമെന്ന്. ഒരച്ഛനെന്ന നിലയിൽ എനിക്കും, ഒരു മറ്റച്ഛന്മാർ അവർക്കും, കന്യാസ്ത്രീകളെന്ന നിലയിൽ അവർക്കും, ഒരു അൽമായെന്ന നിലയിൽ നിങ്ങൾക്കും ദരിദ്രരിലെ ചുറ്റുമുള്ളവരിലെ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയണം. ക്രിസ്തുവിൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈശ്വര മുഖം കണ്ടിട്ടുണ്ടോ? എവിടെയാ കണ്ടേക്കണേ? വിളക്കന്നൂർ
ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിച്ച ക്രിസ്തുവിൻ്റെ മുഖം വേറെ എങ്ങും കണ്ടിട്ടില്ല. അൾത്താരയിലെ ഈശ്വരനെ എഴുന്നള്ളിച്ച് നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അടുത്തിരിക്കുന്നവരുടെ മുകളിലേക്കൊന്ന് നോക്കിയേ, അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നവരൊന്ന് നോക്കിയേ, നോക്കിയേ. അത് ക്രിസ്തുവിൻ്റെ മുഖമാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയാണ് ഇരിക്കണേ. അമ്മായിമ്മയൊക്കെ അടുത്തിരിക്കുമ്പോൾ നോക്കോ, ഇതാണ് ക്രിസ്തുവിൻ്റെ മുഖം. നോ, അതാണ് ക്രിസ്തുവിൻ്റെ മുഖം. നമ്മുടെ ചുറ്റുമുള്ളവരിൽ ക്രിസ്തുവിൻ്റെ കാണാൻ കഴിയും. അങ്ങനെ കാണുവാൻ കഴിയുമ്പോഴാണ് അവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവരുടെ നൊമ്പരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവരുടെ ചങ്കിന്റെ മിടിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കണം, അവരുടെ മുഖത്തേക്ക് നോക്കണം, അവരുടെ സങ്കടങ്ങളിലേക്ക് നോക്കണം. ഒരുപക്ഷെ മനോഹരമായ ചുരിദാറും മനോഹരമായ സാരിയും കുറേയൊക്കെ പുട്ടിയൊക്കെ അടിച്ചൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചൊക്കെ നടക്കുകയായിരിക്കാം. പക്ഷേ ചങ്കിന്റെ ഉള്ളിൽ നീറുന്ന നെരിപ്പോട് പോലെ വേദനിക്കുന്ന വേദനകൾ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവാം. അതറിയണമെങ്കിൽ അവരുടെ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ നോക്കണം. പുച്ഛത്തോടെ നോക്കരുത്, അസൂയയോടെ നോക്കരുത്, വെറുപ്പോടെ നോക്കരുത്, സ്നേഹത്തോടെ നോക്കണം. ഹല്ലേലൂയ എന്നറിയുന്ന ഹല്ലേലൂയ. സ്നേഹത്തോടുകൂടെ നമ്മുടെ ഭർത്താവിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴാണ് ഭർത്താവിന്റെ ഹൃദയത്തിലെ നൊമ്പരം അറിയാൻ കഴിയുക. സ്നേഹത്തോടെ ഭാര്യയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴാണ് അവളുടെ കണ്ണുകളിൽ അവളുടെ ജീവിതത്തിലെ വേദനയെ മനസ്സിലാക്കാൻ കഴിയുക. സ്നേഹത്തോടുകൂടി നമ്മൾ അച്ഛന്മാരിലേക്ക് നോക്കുമ്പോൾ അച്ഛന്മാരുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളും സങ്കടങ്ങളും ആകുലതകളും കാണാൻ കഴിയും. കന്യാസ്ത്രീകൾ നോക്കുമ്പോൾ അവരിലെ നൊമ്പരങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും അറിയാം. അജഗണങ്ങളിലേക്ക് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ അറിയാം. അതൊക്കെ അറിയാവുന്നവർ എപ്പോഴും അവരോട് പക്ഷം ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ദരിദ്രരോട് പക്ഷം ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയാൻ, ഇല്ലാത്തവരോട് പക്ഷം ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ, വേദനിക്കുന്നവരോട് പക്ഷം ചേർന്ന് നിൽക്കുവാൻ കഴിയണമെങ്കിൽ നമ്മൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കണം. ആ കണ്ണുകളിൽ ഈശോയുടെ കണ്ണുകളെ കാണുവാൻ നമുക്ക് കഴിയണം. ആ മുഖത്തെ ഈശോയുടെ മുഖം കാണാൻ കഴിയണം. ആ ഹൃദയങ്ങളിൽ ഈശോയുടെ ഹൃദയത്തെ കാണാൻ കഴിയണം. നമ്മളൊക്കെ പറഞ്ഞു ഈശോയുടെ മുഖം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നടന്നിട്ടുള്ള ചില ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ്. വിളക്കന്നൂരിലെ അത്ഭുതം, അല്ലെങ്കിൽ ഇവിടെ ഈ പരിശുദ്ധ കുർബാന വിളിച്ചു നോക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെയൊക്കെ പറഞ്ഞു. അതൊക്കെ ഈശോയുടെ സാന്നിധ്യം തന്നെയാ. അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹത്തിന്റെ സാന്നിധ്യം എൻ്റെ ചുറ്റുമുള്ളവരിലുണ്ട്, എൻ്റെ കൂടെ ജീവിക്കുന്നവരിലുണ്ട്. അവരിൽ കാണാൻ എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ കണ്ണും ഈശോയുടെ കണ്ണ് പോലെയായി മാറി. ഹല്ലേലൂയ. ഈശോ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് 10 കുഷ്ഠരോഗികൾ ഈശോയെ കാണുന്നുണ്ട്. ദൂരെ നിന്ന് 10 കുഷ്ഠരോഗികൾ ഈശോയെ കാണുന്നുണ്ട്. ഈശോ നല്ലൊരു യഹൂദനായി ജീവിക്കുന്നവൻ, യഹൂദന്മാരുടെ റാബിമാരെക്കാളും അധികം അറിവുള്ളവനാണ് ഈശോ. അവരോട് തർക്കിച്ച് വിജയിക്കുന്നവനാണ്. യഹൂദ പാരമ്പര്യങ്ങളെല്ലാം വ്യക്തമായി അറിയാനും അതൊക്കെ പരിശുദ്ധ അമ്മയിൽ നിന്നും വിശുദ്ധ ഔസേപ്പിതാവിൽ നിന്നൊക്കെ എല്ലാം നല്ലവണ്ണം പഠിച്ച് നീങ്ങുന്ന ഒരു സമയമാണത്. ഈശോ തൻ്റെ പ്രബോധനങ്ങളെല്ലാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയം, എല്ലാവരുടെ ഇടയിൽ ഒരുവിധം അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. യേശു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് നീങ്ങുന്ന സമയമാണ്. അപ്പോഴാണ് ദൂരെ നിന്നുകൊണ്ട് കുഷ്ഠരോഗികൾ ഈശോയെ കാണുന്നത്. അപ്പോൾ ദൂരെ നിന്നുകൊണ്ട് ഈശോയെ കണ്ടുകൊണ്ട് അവർ പറയുന്നത്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്നവർ ഈശോയോട് അപേക്ഷിക്കുകയാണ്. അപ്പൊ ദൂരെ നിന്നുകൊണ്ട് യേശുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തിന്റെ ദൈന്യതയാണ്. ദൂരെ നിന്നുകൊണ്ട് യേശുവിനെ നോക്കിയപ്പോൾ യേശു അവരുടെ അടുത്ത് നിന്നുകൊണ്ടാണ് അവരെ കണ്ടത്. അവരുടെ കണ്ണുകളിലേക്ക് യേശുവിന്റെ കണ്ണെത്തി, അവരുടെ വേദനകളിലേക്ക് യേശുവിന്റെ വേദന എത്തി. അവർ യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞങ്ങളെ അവസ്ഥ ഇതാണ്, മനസ്സുണ്ടെങ്കിൽ സുഖപ്പെടുത്തണമേ, എന്താണ് അവരുടെ ഹൃദയത്തിന്റെ വേദന? അതറിയണമെങ്കിൽ നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിലേക്ക് പോകണം. ലേവ്യരുടെ പുസ്തകത്തില് 13-14 അധ്യായങ്ങളിൽ
യഹൂദ നിയമത്തില് ഒരാൾക്ക് കുഷ്ഠമുണ്ടായാൽ എന്ത് ചെയ്യണം? തടിപ്പുണ്ടായാൽ എന്താണ്? ചെറിയ ചെറിയ വെള്ളപ്പാടുണ്ടായാൽ എന്ത് ചെയ്യണം? അങ്ങനെയൊക്കെ ഓരോരോ കൃത്യമായ നിയമങ്ങളുണ്ട്. അവർ പുരോഹിതരിലേക്ക് ചെല്ലണം. പുരോഹിതർ അതെല്ലാം പരിശോധിച്ചിട്ട് ഓരോ ക്വാളിറ്റി അനുസരിച്ച് ഗ്രേഡ് ഇടണം. ചിലർക്ക് 7 ദിവസം പുറത്ത്, ചിലർക്ക് 1 മാസം പുറത്ത്, ചിലർക്ക് അത് തീരുവോളം പുറത്ത്. അത് ഓരോ കുഷ്ഠത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് പുരോഹിതൻ വിധിക്കും. അതനുസരിച്ച് പോകണം. ഒരുവൻ പൂർണ്ണമായും കുഷ്ഠരോഗിയാണ് എന്ന് മനസ്സിലായി, അയാളെ സുഖപ്പെടുത്താനാവാത്ത വിധം കുഷ്ഠരോഗിയാണെന്ന് അവൻ പുറത്താണ്. അവൻ പുറത്താണ്. അവന് അടുത്തു വരാൻ പാടില്ല. അവന് സുഖപ്പെട്ടു എന്ന് പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തുന്നതുവരെ അകത്ത് പ്രവേശിക്കാൻ കഴിയാത്തൊരവസ്ഥ. അകലെ നിന്ന് അവർ യേശുവിനെ കണ്ടു. യേശുവിൻ്റെ അടുക്കിലേക്ക് അവർ ഓടിച്ചെന്നു. പക്ഷെ യേശുവിന് അവരെ സ്വീകരിക്കാൻ യാതൊരു മടിയില്ലായിരുന്നു. കാരണം അവരുടെ നൊമ്പരം യേശുവിന് കാണാൻ കഴിഞ്ഞു. അവരുടെ വേദന യേശുവിന് അറിയാൻ കഴിഞ്ഞു. അവരുടെ ഹൃദയത്തിന്റെ മിടിപ്പ് യേശുവിനെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അവരുടെ ഒന്നാമത്തെ ഒരു അവസ്ഥ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം അവർ ചെയ്യേണ്ട, ഒരാൾ കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവർ നടന്നു പോകുന്ന വഴികളിലൊക്കെ എല്ലാം സ്വയം വിളിച്ചു പറയണം, ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ് എന്ന് വിളിച്ചു പറയണം. ഇത്രയും ദയനീയമായ ഒരു അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. ഇത്രയും ദയനീയമായ ഒരു അവസ്ഥ അല്ലേ? നമ്മളെല്ലാവരും ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരയാണ് എന്നൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടമായിരിക്കാം അല്ലേ? ഞാൻ എന്താ പറയാ, ഞാൻ ഇന്ന വീട്ടിലെ ആളാണ് അല്ലേ, ഞാൻ ആവിലായി സ്ഥിരം മുടങ്ങാതെ പോകുന്നൊരു വിശ്വാസിയാണ് എന്ന് പറയുന്നതൊക്കെ എല്ലാം സുഖമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ആവിലായിലെ ശുശ്രൂഷ ചെയ്യുന്ന ആവിലായിലെ ഡയറക്ടർ അച്ഛനാണ് എന്ന് റാപ്സൻ അച്ഛന് പറയാനും ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ അച്ഛനൊക്കെ പറയാൻ ഇഷ്ടം, എനിക്കും ഇഷ്ടമാണ്. ഞാൻ ആവിലായിലും പ്രസംഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാനും ഇഷ്ടം. നമുക്ക് മഹത്വം കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ ഒരവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ, ഞാൻ രോഗിയാണ്. ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു വിധം മാറ്റി നിർത്തപ്പെടുന്ന പേടിക്കുന്ന ഒരു രോഗമാണല്ലോ എയ്ഡ്സ് അല്ലേ? എല്ലാ എയ്ഡ്സ് രോഗമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എയ്ഡ്സ് രോഗിയാണ്, ഞാൻ എയ്ഡ്സ് രോഗിയാണെന്ന് വിളിച്ചു പറയണമെന്നൊരു നിയമം ഉണ്ടാക്കിയതിൽ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ അവരുടെ മനസ്സിൻ്റെ വേദന ഒന്ന് ഓർത്ത് നോക്കിയേ. നടന്നു പോകുന്നവരൊക്കെ അല്ല, ഞാൻ എയ്ഡ്സ് രോഗിയാണ്, ഞാൻ എയ്ഡ്സ് രോഗിയാണെന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ. ഈശോ ആ വേദനയാണ് ഹൃദയത്തിലേക്ക് എടുത്തത് ആ സമയത്ത്. അതെ, ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ് എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ വേദന എന്താണെന്ന് യേശുവിന് മനസ്സിലായി ആ സമയം. രണ്ടാമത്തെ അവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവര് പിന്നെ പാളയത്തിന് പുറത്തുപോയി അവർ താമസിക്കണമെന്ന്. പാളയത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ല, പൊതുസമൂഹത്തിൽ വരാൻ പാടില്ല. ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മളോട് പറയുക, ഇനി ഒരാൾ ഇപ്പോൾ അച്ഛൻ വന്നിട്ട് റാപ്സൻ അച്ഛൻ പറയണേ, ചേച്ചി ഇനി ഇവിടെ കയറാൻ പാടില്ല, ഇതൊരു നിയമമാണ്, ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചേച്ചിക്കുണ്ടാകുന്ന ഒരു ദയനീയ അവസ്ഥയെന്ന് ഓർത്ത് വയ്ക്കും. ചിലപ്പോഴൊക്കെ എല്ലാം നമുക്ക് ചില കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദയനീയ അവസ്ഥയുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് സെൻറ്റ് ജോസഫ് സിറ്റി ദേവാലയത്തിൽ ഇതേപോലെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നിട്ട് കമ്മ്യൂണിയൻ കൊടുക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുർബാന സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ തരും. ദിവ്യകാരുണ്യം ക്രൈസ്തവരായവർ മാത്രമേ സ്വീകരിക്കാവുള്ളൂ, അക്രൈസ്തവരായവർ സ്വീകരിക്കരുതെന്നൊക്കെ പറയും. അവിടെ ഇതേപോലെ കുറച്ച് അക്രൈസ്തവരായവരൊക്കെ എല്ലാം വ്യാഴാഴ്ച ശുശ്രൂഷകൾക്ക് അവിടെ വരാറുണ്ട്. അന്ന് ഞാൻ അവിടെ ശുശ്രൂഷ ഇതേപോലെ വന്നു. അപ്പോൾ കമ്മ്യൂണിയൻ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീയുടെ അടുക്കലേക്ക്, ആ സ്ത്രീ നമുക്കറിയാം അക്രൈസ്തവരായി വന്ന് സ്വീകരിക്കുന്നവരുമ്പോൾ ഒരു പ്രത്യേക ആ സ്ത്രീയും ദിവ്യകാരുണ്യം സ്വീകരിച്ച് കണ്ടുകഴിഞ്ഞപ്പോഴോ വേറെ ചേച്ചിയുണ്ട്. ആ ചേച്ചി കയറി കയ്യെ പിടിക്കുന്നതിന് മുമ്പേ ആ പുള്ളിക്കാരത്തി എടുത്ത് അത് വായിലും വെച്ച് നാവിൽ സ്വീകരിച്ചു പോയി. അപ്പോൾ എല്ലാവരും ഇവിടെ ചേച്ചിയെ അങ്ങോട്ട് അങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാത്ത പുള്ളിക്കാരത്തി അത് വായിൽ നിന്ന് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സ്വീകരിച്ചോന്ന് പറഞ്ഞു. പക്ഷേ മൊത്തത്തിലാകെ ഒരു നാണക്കേടായിപ്പോയി. പുള്ളിക്കാരത്തി ആകെ വിഷമിച്ച് എന്നിട്ട് വേർക്കാൻ തുടങ്ങി.
കുർബാന കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവിടുത്തെ റനിയച്ഛനും ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയും ഇങ്ങനെ ചില കേസൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിന്നിട്ട് കുർബാന കഴിഞ്ഞ ശേഷം ഞാനവിടെ ചില അപ്പോൾ അവിടെ ഇതേപോലെ നേർച്ചക്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി നേർച്ചക്കഞ്ഞി എടുത്ത് കൂടെയുള്ളവരെല്ലാവരും അപ്പോഴും ഇവരെ ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരിങ്ങനെ ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ട് ആ ചേച്ചിയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. പോയി അവിടെ ചെന്ന് ആ ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ആകെ വിഷമിച്ചിങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കറിയാൻ പാടില്ലായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞു വിറക്കണേ. ഞാൻ പറഞ്ഞു വിറക്കണേ എന്തിനാ? അറിയാൻ പാടില്ലാത്തത് കൊണ്ട് സംഭവിച്ചു, അല്ലാതെ മനഃപൂർവ്വം ദിവ്യകാരണത്തെ നിന്ദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംഭവിച്ചാലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് നേരം ആ പുള്ളിക്കാരത്തെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് ഇനി അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിച്ച്. അപ്പോൾ ആ പുള്ളിക്കാരത്തി പറയും, എൻ്റെ അച്ഛാ ഇത്രയും നേരം ഇവരെല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ കൊത്തിപ്പറിക്കുകയായിരുന്നു, അതായത് നീ ദിവ്യകാരുണ്യത്തിന് പുറത്തുള്ളവളാണ്, അകത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം വിധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്നൊരു വിഷമം, ഒരു വേദന. അവർ ചെയ്തത് അവരുടെ അറിവിനനുസരിച്ച് അവർ പറഞ്ഞു കൊടുത്താണ്. പക്ഷേ പുള്ളിക്കാരത്തി ഉണ്ടായിരുന്ന അവസ്ഥ. അപ്പൊ കുഷ്ഠരോഗിയോട് പറയുക, നീ അകത്ത് വരാൻ പാടില്ല, നിനക്കിത് നിഷേധിക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ, നിനക്കിത് അന്യമാണ്, ഈ സ്ഥലം അന്യമാണെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന വേദന, നൊമ്പരം, അതാണ് ഈശോ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈശോ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം അതാണ്. നമ്മൾക്ക് ഇപ്പോഴും ഓർക്കുക, നമ്മുടെ ഹൃദയത്തിൻ്റെ അകം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അടച്ചു വെക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ വളരെ വളരെ വലിയ വേദനയുണ്ട്. ഒരു ഭർത്താവിന്റെ ജീവിതം ഭാര്യയ്ക്ക് പ്രവേശിക്കാനാവാത്ത വിധം കൊട്ടിയടക്കപ്പെടുമ്പോൾ അവൾ അനുഭവിക്കുന്ന നൊമ്പരം അത് മനസ്സിലാക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ ജീവിതം ഭാര്യ കൊട്ടിയടക്കുന്ന സമയത്ത്, അവഗണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാളെ ഒരു വിലയും കൊടുക്കാതെ ജീവിക്കുന്ന സമയത്ത് അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നൊരു നൊമ്പരം, അത് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഈ കുഷ്ഠരോഗികളെ സംബന്ധിച്ചിടത്തോളം അമാർ അനുഭവിച്ചിരുന്ന വലിയൊരു വേദന ഇതായിരുന്നു. തങ്ങൾ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവർ. അവരുടെ ഹൃദയത്തിൻ്റെ വേദന ഈശോയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. നിറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നവരൊന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറക്കം വരുന്നവർ പറയാനാണ് പറഞ്ഞത്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, അവർ പുറത്താക്കപ്പെട്ടവരുടെ വേദനയാണ് യേശുവിന് മനസ്സിലായത്. ഇനി മൂന്നാമത്തേത്, അവർ എപ്പോഴും കീറിയ വസ്ത്രം ധരിച്ചിരിക്കണമെന്ന്. ഇന്നത്തെ കാലത്ത് കീറിയ വസ്ത്രം ധരിക്കണം. ജീൻസൊക്കെ ഞാൻ നോക്കുമ്പോൾ വാങ്ങിച്ച് കീറിയിട്ടുണ്ട്. ഇന്ന് അതൊക്കെ ഒരു ഫാഷനായിട്ട് മാറിയേക്കുക. പണ്ടൊക്കെ ചെറിയ കീറിയ വസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ നാണക്കേടാണല്ലേ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സ്ഥലത്ത് കളസമൊക്കെ ഇട്ടുണ്ട് നടക്കുമ്പോൾ നമ്മൾ തെങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ തെങ്ങിലിങ്ങനെ ഇഴുകി ബാക്കൊക്കെ കീറിയ ഹോളുള്ള കളസം ഇട്ടുകൊണ്ട് പോകുമ്പോൾ എന്താടാ നിൻ്റെ പുറയിൽ വെടിയുണ്ടാന്ന് ചോദിച്ചിട്ട് നമ്മൾ കളിയാക്കുന്നൊരു കാലഘട്ടം ഉണ്ടായി. ഒരുപക്ഷെ അതിനേക്കാളും പരിഹാസമുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു അത്, കീറിയ വസ്ത്രം ധരിച്ച് നടക്കുക എന്ന് പറയുന്നത്. അപ്പൊ കുഷ്ഠരോഗികളോട്, നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല. പൈസ ഉണ്ടെങ്കിലും കുടുംബത്തിൽ നല്ല സമ്പാദ്യം ഉണ്ടെങ്കിലും കുഷ്ഠരോഗിയായി പോയി കഴിഞ്ഞാൽ അവൻ കീറിയ വസ്ത്രം ധരിക്കല്ല, അവൾ കീറിയ വസ്ത്രം ധരിക്കണം. കീറിയ വസ്ത്രം ധരിക്കണം. എന്തൊരു ദയനീയതയാണല്ലേ. അല്ലെ, നമ്മളൊക്കെ കീറിയ വസ്ത്രം, ഇപ്പോൾ ഫാഷന് വേണ്ടിയിട്ട് കീറിയ വസ്ത്രമോ അല്ലെങ്കിൽ അല്പവസ്ത്രമോ ഒക്കെ ധരിച്ചുകൊണ്ട് നടക്കുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കാം. പക്ഷേ സമൂഹം അനുവദിക്കാത്തത് കൊണ്ട് കീറിയ വസ്ത്രം ധരിച്ച് നടക്കാവൂ എന്ന ഒരു നിയമത്തിന് കീഴിൽ ഞാൻ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ ഭയങ്കര ദയനീയമായൊരവസ്ഥയാണ്. അതാണ് ഈശോയ്ക്ക് മനസ്സിലായത്. അവർ കീറിയ വസ്ത്രം ധരിച്ച് നടക്കണം എന്ന് ഉള്ള ഒരവസ്ഥ. അപ്പോൾ ഈ ഒരു വേദനയും യേശുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി മറ്റൊരു ദയനീയ അവസ്ഥ ലേവ്യരുടെ പുസ്തകം യഹൂദർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ കുഷ്ഠരോഗികളായാൽ
ഇങ്ങനെ കുഷ്ഠരോഗികളായാൽ അവർ ഒറ്റയ്ക്ക് താമസിക്കണമെന്ന്. അപ്പോൾ ഈ 10 പേര് വന്നതൊരു 10 ഏകസ്ഥ ജീവിതം നയിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും വന്നിട്ടുള്ളത്. യഹൂദരുടെ നിയമസമയത്ത് അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല. കുഷ്ഠരോഗികളെങ്കിൽ കുഷ്ഠരോഗികൾ, ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചാൽ അതും അനുവദിക്കാത്തൊരവസ്ഥയാണ്. ഒറ്റക്കൊറ്റക്ക് താമസിച്ചു കൊള്ളണം. കാരണം കുഷ്ഠത്തിന്റെ ഗ്രാവിറ്റിയൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഏകരായി താമസിക്കണമെന്ന്. ഒറ്റപ്പെട്ടു പോകുന്നവന്റെ നൊമ്പരം, ഒറ്റപ്പെട്ടു പോകുന്നവന്റെ വേദന, ആ വേദനയാണ് അന്ന് ഈശോയ്ക്ക് അവർ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ സമൂഹത്തിലും ഇതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വ്യക്തികളുണ്ടാവാം, നൊമ്പരപ്പെട്ട് കഴിയുന്ന വ്യക്തികളുണ്ടാവാം. കൂടെയാണ് താമസിക്കുന്നതെങ്കിലും ആരാലും സ്നേഹിക്കപ്പെടാതെ ജീവിക്കുന്ന വ്യക്തികളുണ്ടാവാം. അല്ലേ? കൂടെയാണ് താമസിക്കുന്നത്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് പോലെ ഞാൻ കൂടെയാണ് താമസിക്കുന്നത്, പക്ഷെ ഒറ്റപ്പെടലിന്റെ വേദന, ഈ വേദനയാണ് ഈശോയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഇവരുടെ ഈ സകല വേദനകളും ഹൃദയത്തിൽ എടുത്തുകൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ സുഖപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അത് ഈശോ തൊട്ടുകയോ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾ പോയി പുരോഹിതരെ കാണിച്ചു കൊടുക്കുക. എന്താണ്? സാക്ഷ്യപ്പെടും. പുരോഹിതർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ സമൂഹത്തിലേക്ക് ഇവർക്ക് പുനഃപ്രവേശമുള്ളൂ. ഇവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പോയി പുരോഹിതരെ കാണിച്ചു കൊടുക്കുക, അവർ സാക്ഷ്യപ്പെടുത്തട്ടെ എന്ന്. പോകുന്ന വഴി അവർ സുഖം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീടാണ് നമ്മുടെ ഇതിനൊരു ട്വിസ്റ്റ് വരുന്നത്, ഈ കഥയ്ക്കൊരു ട്വിസ്റ്റ് വരുന്നത് അവിടെയാണ്. അവിടെ അത്രയും നേരം സമൂഹത്തിൽ എഴുതി തള്ളപ്പെട്ടവർ, അത്രയും നേരം കീറിയ വസ്ത്രം ധരിക്കാൻ വിധിക്കപ്പെട്ടവർ, അത്രയും നാൾ അശുദ്ധൻ എന്ന് പറഞ്ഞ് നിലയ്ക്കാൻ വിധിക്കപ്പെട്ടവർ, അത്രയും നാൾ പാളയത്തിന് പുറത്ത് താമസിക്കേണ്ടി വന്നവർ, അങ്ങനെ താമസിച്ച് കഴിഞ്ഞിരുന്നവർ, ഇതാ പോകുന്ന വഴി സുഖം പ്രാപിക്കുകയാണ്. പോകുന്ന വഴി പൂർണ്ണമായിട്ടും സുഖം പ്രാപിക്കുകയാണ്. അല്ലെ? ശരീരം പൂർണ്ണമായും സുഖപ്പെടുന്ന ഒരവസ്ഥ. ഈ പൂർണ്ണമായും സുഖപ്പെടുന്ന ഈ അവസ്ഥയിൽ സുഖപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിന് നന്ദി പറയാൻ ഒരാൾ മാത്രമേ വന്നുള്ളൂ. യേശുവിന് നന്ദി പറയാൻ ഒരാൾ മാത്രമേ വന്നുള്ളൂ. ചിലപ്പോഴൊക്കെ എല്ലാം നമ്മുടെ റാബ്സൺ അച്ഛൻ്റെ പ്രസംഗത്തിൽ കേട്ടിട്ടുള്ള ചില സാക്ഷികളുണ്ട്. ചിലർ വലിയ കാര്യത്തോട് നൊമ്പരത്തോട് വന്ന് പറയും, വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റണില്ല, പരീക്ഷ എഴുതിയിട്ട് പാസ്സാകണില്ല, ആ ടെസ്റ്റ് എഴുതിയിട്ട് പാസ്സാകണില്ല, ഈ ടെസ്റ്റ് എഴുതിയിട്ട് പാസ്സാകണില്ല. എന്നിട്ട് വലിയ കാര്യത്തോടുകൂടെ അച്ഛനോട് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതി അച്ഛൻ പ്രാർത്ഥിച്ചൊക്കെ എല്ലാം വെച്ച് പാസ്സായി വിദേശത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും ഇവിടെ ഒന്ന് വരാൻ സമയം കിട്ടിയില്ല അച്ഛാ, വെക്കേഷൻ ഇത്ര ദിവസം ഉണ്ടായിരുന്നുള്ളൂ, 1 മാസം വെക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം വരാൻ പറ്റിയില്ല, അല്ലെ 2 ആഴ്ച വെക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. തിരിച്ചു വന്ന് നന്ദി പറയാൻ പലപ്പോഴും നമുക്ക് അറിയാൻ പാടില്ല. ദൈവത്തിന് സാക്ഷ്യം പറയാൻ നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷകളുടെ ഞാൻ നോക്കുക, അവിടെ ആർച്ചിൽ കുറേ എഴുതി കെട്ടിയിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ നോക്കി, എല്ലാം അപേക്ഷകളാണ് കേട്ടോ. കൂടുതലും ഞാൻ തുറന്നു ഒക്കെ എല്ലാം അപേക്ഷകളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ അപേക്ഷകൾ സ്വീകരിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ, ഇവിടെ കൃതജ്ഞതകൾ സ്വീകരിക്കില്ലെന്ന്. സ്വീകരിക്കുമല്ലേ? കൃതജ്ഞതകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് എനിക്ക്. കൃതജ്ഞത ഉള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അവരെല്ലാം മെത്രേശ പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചു മത്തി കിട്ടിയാൽ പോലും അതിന് നന്ദി പറയണമെന്ന് പറഞ്ഞേക്കുന്നത്. എപ്പോഴും താങ്ക് യു പറയാൻ നമ്മൾ പഠിക്കണം. അല്ലെ? പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. നന്ദി പറയാൻ നമുക്കറിയാൻ പാടില്ല. വീട്ടിൽ ഭാര്യ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി വെച്ച്, നല്ല സൂപ്പർ ഒരു മീൻ കറി വെച്ച് എടുത്തിട്ട് അത് എടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് ഭാര്യ ഇന്നത്തെ കറി സൂപ്പറായിട്ടുണ്ട് താങ്ക് യു എന്ന് പറയുന്ന ഭർത്താക്കന്മാർ പറയാറുണ്ടോ? അയാൾ പറയും ഇത്തിരി ഉപ്പ് കുറഞ്ഞപ്പോൾ ഇതിൽ എന്താണെന്ന് അല്ലേ? നല്ല ഒന്നാന്തരം
മീനൊക്കെ നല്ല സൂപ്പറായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് ഇത്തിരി ഉപ്പ് കുറഞ്ഞു, ഇതിന് നീ എന്ത് ആയി നോക്കി വെച്ചിട്ട് ഇത് വെക്കാൻ കൊള്ളൂല്ല എന്ന്. പക്ഷേ നല്ല ടേസ്റ്റായിട്ട് വെച്ച് തന്നു കഴിയുമ്പോൾ അത് സൂപ്പറായിട്ട് തിന്നിട്ടും പോകുന്നുണ്ട്. നന്ദി പറയില്ല, നന്ദി എന്ന് പറയില്ല. രാവിലെ എഴുന്നേറ്റ് പോയി കിട്ടിയ തുണിയെല്ലാം കൊണ്ടുപോയിക്കൊണ്ട് അലക്കി, ആ സാധനം മുഴുവൻ അലക്കി ഉണ്ടായ അഴുക്കൊക്കെ എല്ലാം വൃത്തിയാക്കി തേച്ച് നല്ല സുന്ദരമായിട്ട് രീതിയിൽ മടക്കി ഉടുപ്പടുക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ പുറത്ത് ജോലിക്ക് പോകുന്ന തെടി ആ ഉടുപ്പെടുത്തിട്ട് പോകാന്ന് പറയുമ്പോൾ തേച്ച് മടക്കി ഒരു ഉടുപ്പുമായിട്ട് എടുത്തിട്ട് വരും. ആ ഉടുപ്പെടുത്തിട്ടിട്ടും കൊള്ളാം കേട്ടാ, താങ്ക് യു എന്ന് പറയാറുണ്ടാ? ഇല്ല. എങ്ങാനും അതിൻ്റെ ഒരു അട്ടൻസ് പോയാൽ പലപ്പോഴും നമ്മളൊക്കെ അതാണ്. ആണുങ്ങൾ മാത്രമല്ല കേട്ടോ, തിരിച്ചു അങ്ങോട്ട് തന്നെ. ചേട്ടൻ കഷ്ടപ്പെട്ട് പോയി ജോലി എടുത്തിട്ട് പൈസയൊക്കെ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് ഉള്ളാക്കി ജോലി കൊടുത്തിട്ട് പൈസ കൊണ്ടുവന്ന് കൊണ്ട് കൊടുത്തുമ്പോൾ ഇതാവുള്ള വാക്യം തിന്നി. ഇതിന് നന്ദി പറയാനോ? പലപ്പോഴും നമുക്ക് നന്ദി പറയാൻ മടിയാണ്. നന്ദി പറയാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ കുഷ്ഠരോഗികളുടെ മുമ്പ് കർത്താവ് പറയുമ്പോൾ, കുഷ്ഠരോഗികളുടെ സംഭവം കർത്താവ് നമുക്കിന്ന് സുവിശേഷത്തിൽ വരച്ചു കാണിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 10 പേരല്ലേ സുഖപ്പെടുത്തത്? 10 പേരുടെ നൊമ്പരമാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ, ഈശോ ഹൃദയത്തിൽ എടുത്തു വെച്ചത്. ഒരാളുടെ നൊമ്പരമല്ല, 10 പേരുടെയും നൊമ്പരം ഈശോ ഹൃദയത്തിൽ എടുത്തു വെച്ചുകൊണ്ടാണ് ഈശോ അവർക്ക് ഒരു കൃപ കൊടുത്തത്, സൗഖ്യത്തിന്റെ അഭിഷേകം കൊടുത്തത് അവർക്ക്. എന്നിട്ട് 10 പേരല്ലേ, ബാക്കി 9 പേരെവിടെ? ബാക്കി 9 പേരെവിടെ? നന്ദി പറയാൻ പലപ്പോഴും നമ്മൾക്ക് മടിയാണെന്നുള്ളതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നന്ദി പറയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തിരിച്ചു വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് തോന്നിയില്ലേ? ഈശോയുടെ സങ്കടങ്ങൾ സുവിശേഷത്തിൽ കുറേയുണ്ട്. അതിലൊരു സങ്കടം ഇതാണ്, 10 പേരല്ലേ സുഖപ്പെട്ടത്, അതില് തിരിച്ചു വന്ന് ദൈവത്തിന് മഹത്വപ്പെടുത്തുമെന്ന് തോന്നിയില്ലേ? എന്തൊരു വേദനയാണ്, എന്തൊരു സങ്കടമാണല്ലേ. നമ്മളും പറയും, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ട് അവൻ ഒരു നന്ദിയുടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, അല്ലേ? നന്ദിയുടെ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നാണ്. ഈ നമ്മൾ നന്ദി പറയുന്നത് കൊണ്ട് ദൈവത്തിന് വലിയ മഹത്വം കൂടുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ നന്ദി പറയുമ്പോഴാണ് നമ്മൾ നന്മയുള്ള മനുഷ്യരായി, അല്ലെ, കൃതജ്ഞതയുള്ള മനുഷ്യരായി ദൈവത്തിന് മുമ്പിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുപോലെ ദൈവം നൽകിയ നന്മകൾക്ക് നന്ദിയും അനുഗ്രഹവും നന്ദിയും കൃതജ്ഞതയും പറയുവാൻ എപ്പോഴും നമ്മൾ കൂട്ടാക്കണമെന്നത്തെ സുവിശേഷം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ഈ സുവിശേഷത്തിൽ നമുക്ക് കണ്ട ഈ അത്ഭുതത്തെ നമുക്ക് കാണാൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്നെടുത്താം. നമ്മുടെ ജീവിതത്തിലും വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഉണ്ട്, അല്ലെ? അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളവരാണ്. ഈ അത്ഭുതം സംഭവിക്കുവാൻ വേണ്ടിയിട്ട് 4 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘട്ടം യേശുവുമായിട്ടുള്ള കണ്ടുമുട്ടലാണ്. ഈ ആവിലാപ്പള്ളിയിൽ നമ്മളിവിടെ യേശുവിൽ നിന്ന് ഒരു അത്ഭുതം സംഭവിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ യേശുവിനെ കണ്ടുമുട്ടാൻ തയ്യാറാകണം. ആ കുഷ്ഠരോഗികൾ ദൂരെ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഓടി യേശുവിന്റെ അരിയിലേക്ക് ചെന്നതുപോലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അൾത്താരയിലേക്ക് നമ്മൾ കടന്നു ഓടിയെത്തിയാൽ അവിടെ അത്ഭുതത്തിന്റെ ആദ്യപടിയായി. ഒന്നാമത്തേത് കണ്ടുമുട്ടൽ. രണ്ടാമത്തേത് ഗ്രാവിറ്റി ഓഫ് സിറ്റുവേഷൻ, പ്രസന്റേഷൻ ഓഫ് ദ ഗ്രാവിറ്റി ഓഫ് സിറ്റുവേഷൻ. സാഹചര്യത്തിന് യേശുവിന് അത്ഭുതം പ്രവർത്തിക്കേണ്ടതിന്റെ തീഷ്ണത. അത് സുവിശേഷത്തിൽ എല്ലാ അത്ഭുതങ്ങളിലും ഉണ്ട്. ഒന്നുകിൽ സുവിശേഷകൻ വിവരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത്ഭുതം ആർക്ക് വേണോ അവരെ കൊണ്ടുവന്ന് അവർ വിവരിച്ചു കൊടുക്കും. അവർ കണ്ടുമുട്ടൽ ശേഷം ആ സിറ്റുവേഷൻ്റെ തീവ്രത, യേശു അവിടെ അത്ഭുതം പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത യേശുവിനോട് തന്നെ യേശുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. യേശുവിനെ അറിയാഞ്ഞിട്ടല്ല, മറിച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു അവതരണം. മൂന്നാമതായി യേശുവിൻ്റെ ഭാഗത്തു നിന്ന് ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാം. ഇവിടെ 10 കുഷ്ഠരോഗികളോട് പറഞ്ഞു, നിങ്ങൾ പുരോഹിതന്റെ അടുക്കലേക്ക് പോകുമെന്ന് പറഞ്ഞു. സാധാരണ പുരോഹിതന്റെ അടുക്കലേക്ക് പോകുന്നത് രോഗം സുഖപ്പെട്ടു അതിനുശേഷമേ പോകാവുള്ളൂ. ഇവിടെ രോഗാവസ്ഥയിൽ ഇരിക്കുക, എന്നിട്ട് നിങ്ങൾ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുക. അവർ വിചാരിക്കണം, ഇത് പോകുമ്പോൾ സുഖപ്പെട്ടില്ലെങ്കിലോ,
പിന്നെയും കൂടുതൽ നാൾ മാറിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള ശിക്ഷ കിട്ടില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പോകാതിരുന്നെങ്കിൽ ആരും സുഖപ്പെടുമായിരുന്നില്ല. പക്ഷേ യേശുവിൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അവർ പോകാൻ തയ്യാറായപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതം. 4ാമത്തെ സ്റ്റേജാണ് അത്ഭുതം. അപ്പോൾ യേശുവിനെ കണ്ടുമുട്ടണം, യേശുവിൻ്റെ മുമ്പിൽ നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കൊടുക്കണം, യേശുവിൽ നമ്മൾ വിശ്വസിക്കണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ഉറപ്പാണ്. 1-ാം വായനയിൽ ഇതുപോലെ ഒരു കുഷ്ഠരോഗി എലീശ പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരികയാണ്. എലീശ പ്രവാചകൻ്റെ അടുക്ക് വന്ന് സുഖപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരെഴുത്തൊക്കെ രാജാവ് കൊടുത്തുവിട്ട് ആ എഴുത്തൊക്കെ വായിച്ച് പ്രവാചകൻ പറഞ്ഞു, നീ പോയി യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം നീ കുളിക്കണം. 7 പ്രാവശ്യം കുളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള നദികൾ ഇതിനേക്കാളും ശ്രേഷ്ഠമല്ലേ, പ്രവാചകൻ വന്ന് വലിയ കാര്യങ്ങൾ പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛത്തോടുകൂടെ തിരിച്ചു പോകാൻ പോകുമ്പോൾ ആ ഭൃത്യന്മാർ പറയുന്നു, യജമാനെ, ദൈവപുരുഷന് വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമായിരുന്നു, എന്തുകൊണ്ട് പോയി നിസ്സാര കാര്യം ചെയ്തുകൂടാ? ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആവിയാൽ അമത്രേസ്യ ചെയ്ത പീഡനങ്ങളൊന്നും നമ്മൾ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഫ്രാൻസിസ് ഓഫ് അസീസി ചെയ്ത പീഡനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്നില്ല. ദൈവം ആവശ്യപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങളായാലും മതി. അത് വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ അവൻ പോയി കുളിച്ചു. 7-ാം പ്രാവശ്യം ജലത്തിൽ നിന്ന് കയറുമ്പോൾ അവൻ്റെ ശരീരം ഒരു കുഞ്ഞിൻ്റേതുപോലെ വെണ്മയുള്ളതായി മാറി, പൂർണ്ണമായിട്ടും മാറി. ഭാഗികമായിട്ട് മാറിയിട്ടില്ല. 9 ആഴ്ച വന്നിട്ട് സൗഖ്യം പ്രാപിച്ചതല്ല, അല്ലെങ്കിൽ 10 ആഴ്ച വന്നിട്ട് സൗഖ്യം പ്രാപിച്ചതല്ല, ആ സെക്കൻഡിൽ പൂർണ്ണമായിട്ടും മാറി. അതാണ് വിശ്വാസം എന്നാണ്. വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അവൻ വന്ന് പ്രവാചകന് നന്ദി പറയും. അവൻ പറയും, ഇനിമേൽ യേശുവിനെ ദൈവത്തിനല്ലാതെ മറ്റൊരുവനും ഞാൻ ഒരു ബലിയും അർപ്പിക്കില്ല, അവൻ്റെ ഒരുവന്റെ മുമ്പിൽ ഞാൻ ശിരസ് നമിക്കില്ല എന്ന് പ്രഘോഷിക്കുവാൻ തക്ക രീതിയിൽ ഒരു അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ. എന്നിട്ട് പറയാം, എന്തെങ്കിലും സമ്മാനം സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, എൻ്റെ കർത്താവാണ്, ഞാനൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന് പറഞ്ഞയക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ വസിക്കുന്ന ഈ ഇടത്തിലൊന്നും 2 കഴുതച്ചുവട് മണ്ണ് ഞാൻ എടുത്തോട്ടെ. ഒന്നോർത്ത് നോക്കിയേ, രാജകൊട്ടാരത്തിൽ വസിക്കുന്നവൻ, രാജസേവകനായവൻ വന്നിട്ട് ഈ ദാരിദ്ര്യം പിടിച്ചു കഴിക്കുന്ന മനുഷ്യരുടെയൊക്കെ വന്നിച്ചും പറയുകയാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ശരി, എനിക്കിതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, എങ്കിൽ നീ നടന്നു പോകുന്ന ഈ ചുറ്റുവട്ടത്ത് നിന്ന് ഒരല്പം മണ്ണെങ്കിലും ഞാൻ എടുത്തോട്ടെ, ഒരു മണ്ണെങ്കിലും എടുത്തോട്ടെ. അതാണ് ദൈവാനുഭവം ഉണ്ടാകുന്ന മനുഷ്യരുടെ ജീവിതത്തിലെ വ്യത്യാസം. അവർ തിരിച്ചറിയുകയാണ്, എത്രയും നാള് പൊന്നും വെള്ളിയും അതുപോലെ തന്നെ സമ്മാനങ്ങളും ശ്രേഷ്ഠമായി കരുതി ഇരുന്ന അവര് ഇതാ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, അതിനോടൊക്കെ നോ പറയുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ നടന്നു പോകുന്ന മണ്ണ് പോലും പരിശുദ്ധമാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നാമാൻ കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു തിരിച്ചറിവുകൾ ഉണ്ടാകണം. നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ അച്ഛനൊന്ന് ചുരുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കോട്ടമായിട്ട് വയയുടെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുമെന്ന് എനിക്കറിയാം. അത് കാരണം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമുക്ക് ചുരുക്കാം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വചനഭാഗം എളിയവരോട് പക്ഷം ചേരുന്നൊരു ദൈവത്തെക്കുറിച്ചാണ്. അതിന് നമ്മൾ തുടക്കത്തിലെടുത്തത് നമ്മുടെ ആനുകാലിക അപ്പസ്തലിക പ്രബോധനമായ ദലീക്സിത്തി എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനമാണ്. ആ അപ്പസ്തോലിക പ്രബോധനത്തിൽ പാപ്പ പറയുന്നത്, ദരിദ്രരിൽ കർത്താവിൻ്റെ മുഖം കാണണം, എളിയവരിൽ കർത്താവിൻ്റെ മുഖം കാണണം. അങ്ങനെ മുഖം കാണുമ്പോൾ മാത്രമാണ് നമുക്ക് അവരോട് പക്ഷം ചേരാനും അവരോട് ശുശ്രൂഷിക്കാനും കഴിയുക. അങ്ങനെ പക്ഷം ചേരുവാൻ വേണ്ടിയിട്ട് കാരണമായി മാറുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നൽകുന്ന ഒരു ഉപദേശം. ദൂരെ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ നോക്കുന്ന ആ കുഷ്ഠരോഗികളുടെ നൊമ്പരം ക്രിസ്തു ഹൃദയത്തിലെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ യേശുവിന് കൂടുതൽ സ്നേഹത്തോടെ കഴിഞ്ഞു. അത് അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറി.
അങ്ങനെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, അവരുടെ നൊമ്പരങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുവാനും അവരുടെ ജീവിതത്തിൽ ഇടപെടാനും നമുക്ക് കഴിയും. മൂന്നാമതായി നമ്മൾ ചിന്തിച്ചത്, നമുക്ക് ആര് ഒരു ചെറിയ നന്മ ചെയ്തു തന്നാലും അതിന് കൃതജ്ഞതയുള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.